നമ്മൾ ഫുട്ബോൾ മാത്രം സംസാരിച്ചുകൊണ്ടിരിക്കവേ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ ഇന്ത്യയുടെ ക്രിക്കറ്റിൻ്റെ ഒരുപാട് നാളുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുക. അതായത് 2020 തുടർച്ചയായിട്ടുള്ള 2 സീരീസ് വൈറ്റ് വാഷ് തന്നെ സംഭവിച്ചു. സ്ത്രീകളുടെ 2020 നമ്മൾ തോറ്റുപോയി, നേരത്തെ തന്നെ പുറത്തായി. അങ്ങനെ നോക്കുമ്പം ഇന്ത്യയുടെ കളി എന്ന് പറയാവുന്ന ക്രിക്കറ്റിൽ വലിയ മേജർ ലോസസിൻ്റെ കാലമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് നമ്മളിപ്പം ഡിസ്കസ് ചെയ്യുന്നതിനകത്ത് വീണ്ടും സഞ്ജു സാംസൺ ഒരു ഇഷ്യൂ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പം സഞ്ജുവിൻ്റെ ഫോമൊന്നും അല്ല പ്രശ്നം. എപ്പോഴും സഞ്ജു ഡിസ്കഷനിൽ വരുന്നത് കഴിഞ്ഞ ലോകകപ്പിൽ മാൻ ഓഫ് ദ സീരീസ് ആയ മനുഷ്യനാണ്. ഇന്ത്യനെ ഭയങ്കര ഡ്രമാറ്റിക്കായിട്ട് പെട്ടെന്ന് തിരിച്ചു കൊണ്ടുവന്ന് വിജയിപ്പിച്ച ആളാണ്. പക്ഷേ വീണ്ടും ഒരു ആൻറ്റി സഞ്ജു ക്യാമ്പയിൻ നടക്കുന്നുണ്ടോ? ആൻറ്റി സഞ്ജു ക്യാമ്പയിൻ നടക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇപ്പോൾ നടക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ സെലക്ടേഴ്സും ടീം മാനേജ്മെൻറ്റും തമ്മിൽ ഒരു യോജിപ്പില്ല. ഇതാണ് ഞാൻ കേട്ടത്. ഞാൻ അവിടെ നേരിട്ട് കളികളൊന്നും കവർ ചെയ്തിട്ടില്ല. പക്ഷെ എനിക്ക് അറിയണ 2-3 റിപ്പോർട്ടേഴ്സ് അവിടെ ഉണ്ട്. ബോംബെയിൽ എനിക്ക് അറിയണ കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ ഇവരൊക്കെ പറയുന്നത് ഇതാണ്: സെലക്ടേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് കാര്യങ്ങൾ ടീമിൽ മാറ്റങ്ങൾ വരുത്തണം എന്ന് വലിയൊരു ആഗ്രഹം. ഗൗതം ഗംഭീറിൻ്റെ ഭാഗത്തുനിന്ന് സഞ്ജു കളിക്കണം എന്ന് തന്നെയായിരുന്നു. അതാണ് അവസാനത്തെ മാച്ചിന് സഞ്ജുവിനെ തിരിച്ചു കൊണ്ടുവരും ചെയ്തു. ഇതിപ്പോൾ ആർക്കും ഗുണം ചെയ്തിട്ടില്ല. ഇപ്പോൾ വൈഭവ് സൂര്യവംശിക്ക് ശരിക്കും നിങ്ങൾ അയർലൻഡിൽ 2 ഈസി കളികളായിട്ട്, ഈസി ആയില്ല, അത് തോറ്റു 2 പക്ഷെ അങ്ങനെ തുടങ്ങണതിന് പകരം പെട്ടെന്ന് ഇംഗ്ലണ്ട് സീരീസിലും ആദ്യത്തെ കളി വൈഭവിന് കൊടുത്തില്ല. ഒരു കളി തോറ്റു കഴിഞ്ഞിട്ട് 2ാമത്തെ കളിയിൽ അതെ. അപ്പം അങ്ങനെ ആകുമ്പോൾ വൈഭവിൻ്റെ മേധയും ഭയങ്കര പ്രഷറാണ്. സഞ്ജുവിന് ഇപ്പം എന്താ, താനിപ്പോൾ ടീമിൽ എവിടെയാണെന്ന് അറിയാത്തൊരു സ്ഥിതി. 97, 89, 89 ഈ 3 സ്കോർ വെച്ചിട്ടാണ് ഇന്ത്യക്ക് T20 ലോകകപ്പ് നേടിക്കൊടുക്കേണ്ടത്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ 3 കളിയിൽ ഫെയിൽ ചെയ്തപ്പോഴേക്കും ടീമിൽ നിന്ന് പുറത്തായി. ഒരു വശത്തുള്ള വാദം സഞ്ജുവിന് മൂവിങ് ബോൾ കളിക്കാൻ അറിയില്ല എന്നുള്ളത്. ഈ ടീമിൽ ആർക്കാ മൂവിങ് ബോൾ കളിക്കാൻ അറിയണം? ആർക്കും അറിയില്ല. എല്ലാവരും ഈ ഇംഗ്ലീഷ് കണ്ടീഷൻസിൽ പോയിട്ട് അവർക്ക് എന്ത് ഷോട്ട്സാണ് കളിക്കേണ്ടതെന്ന് ഒരു ഐഡിയ ഇല്ലാത്ത പോലെയാണ് മിക്ക ബാറ്റ്സ്മാനും കളിച്ചിട്ടുള്ളത്. അവിടെ പുള്ളും കട്ടും കളിക്കണതിന് പകരം നമ്മുടെ ഇവിടുത്തെ IPL കളിക്കണ പോലെ ക്രോസ് ബാറ്റ് സ്ലോഗാണ്. അത് ബേസ്ഡ് ഹൈറ്റിൽ ബോൾ വരുമ്പോൾ അത് ഓക്കെയാണ്. ബോൾ ഇവിടെ വരുമ്പോൾ അത് അടിച്ചാൽ അത് ടോപ്പ് എഡ്ജ് പോയി ഇവിടെ മിഡ് ഓണിലോ മിഡ് ഓഫിലോ മിഡ് വിക്കറ്റിലോ പിടിക്കുന്ന ഉറപ്പാണ്. അപ്പം അങ്ങനെ നമുക്ക് കണ്ടീഷൻസ് അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളത് ഒരു സത്യമാണ്. അതിൽ പക്ഷെ സഞ്ജുവിൻ്റെ നേരെ മാത്രം വിരൽ ചൂണ്ടണതിൽ ഒരു അർത്ഥമില്ല. ആരും നല്ല ബാറ്റിംഗ് കാഴ്ചവെച്ചില്ല. ശ്രേയസ് അയ്യർ ഒരു ഇന്നിങ്സിൽ, അഭിഷേക് ശർമ്മ ഒരു ഇന്നിങ്സ്. ശ്രേയസ് അയ്യരുടെ ക്യാപ്റ്റൻസി ഒരു 6 തുടർച്ചയായ പരാജയത്തിലേക്ക് വരികയാണല്ലോ. 6 കളികൾ തോറ്റു. അപ്പം പക്ഷേ നമുക്കറിയാം അവിടെ ഈ IPL-ലൊക്കെ കൽക്കട്ടയുടെ ക്യാപ്റ്റനായിരിക്കുന്ന സമയത്തും പിന്നീടും ഒക്കെ തന്നെ ഭയങ്കര ഒരു ഇൻറ്റഗ്രിറ്റി ഉള്ള കളിക്കാരനാണ് ശ്രേയസ് എന്നുള്ളതിൽ സംശയമില്ലാത്തതാണ്. അപ്പം എന്തായിരിക്കും ശ്രേയസിന് സംഭവിക്കുന്നത്? ഒരു ക്യാപ്റ്റൻ എന്ന് പറഞ്ഞാൽ ടീം കളിക്കാതെ ക്യാപ്റ്റനൊന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പം നമ്മുടെ ബെഞ്ച് സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ബോളിംഗ് നോക്കിക്കഴിഞ്ഞാൽ ഇന്നലെ അവസാന T20 പ്രസീദ് കൃഷ്ണയും ഹർഷ്ദീപ് സിംഗും കൂടി 8 ഓവറിൽ 72 റണ്ണോട്ട് കൊടുത്തു. ബാക്കിയുള്ളവർ 12 ഓവറിൽ 180 റണ്ണിൻ്റെ മേലെ 15 റൺ പെർ ഓവറാണ് ബാക്കി ബോളർമാർ കൊടുത്തിട്ടുള്ളത്. അപ്പം നിങ്ങൾ എന്ത് ബെഞ്ച് സ്ട്രെങ്ത് ഉണ്ടെന്നാണ് പറയുന്നത്? പിന്നെ ഒരു ലെഗ് സ്പിന്നറെ ട്രൈ ചെയ്ത് രവി ബിഷ്ണോയ്ക്ക് ഒരു ലെഗ് സ്പിന്നർ ഇല്ലാത്തൊരു കളിക്കാരന്, ഗൂഗ്ലി സാധാരണ ബോൾ ചെയ്യണ കളിക്കാരൻ. അപ്പം ഇങ്ങനെ പല പിന്നെ വാഷിങ്ടൺ സുന്ദറിൻ്റെ റോൾ എന്താ ഒരു T20 ടീമിൽ നിന്ന് ആർക്കും ഉത്തരം പറയാനും പോലും പറ്റില്ല. അപ്പം അങ്ങനത്തെ പല മനസ്സിലാക്കാൻ പറ്റാത്ത സെലക്ഷൻസും ഉണ്ട്. പക്ഷെ ഇതിൻ്റെ ഒക്കെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം ഈ സെലക്ടേഴ്സും ടീം മാനേജ്മെൻറ്റും ഒരേ പേജിലല്ല. ഇപ്പം അത് മാറ്റാതെ കാര്യങ്ങൾ നന്നാവാൻ പോകുന്നില്ല. ഈ വൈഭവ് സൂര്യവംശിയുടെ ഒരു പുറത്തുള്ള ആദ്യത്തെ പ്രകടനം എന്നുള്ള രീതിയിൽ അതിനകത്ത് മീഡിയ മുഴുവൻ ഡിസ്കസ് ചെയ്യുന്നത്, പ്രത്യേകിച്ച് ഇംഗ്ലീഷ് മീഡിയ ഡിസ്കസ് ചെയ്യുന്നത് ആർച്ചർ വൈഭവ് ഒരു അതിനകത്ത് ആർച്ചറിന് വമ്പൻ വിജയം എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഈ പറഞ്ഞ പ്രശ്നമാണോ? അതായത് ഇന്ത്യൻ പ്ലേയേഴ്സിന് പൊതുവേ പുറത്ത് കളിക്കുന്നതിലുള്ള പ്രശ്നങ്ങൾ തന്നെയാണോ സൂര്യവംശിക്കുള്ളത്? ഇത് ഞാൻ പ്രതീക്ഷിച്ചത്. അതിൽ വലിയ അതിശയമില്ല. എന്ന് വെച്ചാൽ ആദ്യമായിട്ടൊരു കളിക്കാരൻ ഇങ്ങനത്തെ കണ്ടീഷൻസിൽ ഈ ക്വാളിറ്റി ബോളിങ്ങിനെതിരെ, ഇപ്പോൾ ജോഷ് ടങ്ങും ആർച്ചറും 2 പേരും
145 കിലോമീറ്റർ സ്പീഡിലായിരുന്നു എറിഞ്ഞിരുന്നത്. അതും പിച്ചസ് കുറച്ച് ലൈഫുള്ള പിച്ചസ് ആയിരുന്നു. ഇവിടെ IPL കളിക്കണ പിച്ചസ് പോലെയല്ല. അപ്പൊ തീർച്ചയായിട്ടും ഒരു നല്ല ടെസ്റ്റാണ്. അപ്പൊ വൈഭവിന് നല്ല കഴിവുള്ള ഒരു ചെറുപ്പക്കാരനാണ്. തീർച്ചയായിട്ടും ഇങ്ങനത്തെ ഒരു തിരിച്ചടി എപ്പോഴും നല്ലതാണ്. അതിന്നാണ് നമുക്ക് മനസ്സിലാവുക എന്തൊക്കെ ചെയ്യാനുണ്ട്. ഇപ്പൊ സച്ചിൻ ആദ്യം പാകിസ്ഥാനിൽ പോയപ്പോൾ 150 ആയിരുന്നു സിയാൽകോട്ടിൽ. അത് 4ാമത്തെ ടെസ്റ്റിലായിട്ട്. അതിന് മുമ്പുള്ള പരാജയങ്ങളിൽ നിന്ന് കുറെ മനസ്സിലാക്കി. അത് എന്നോട് പറഞ്ഞിട്ടുണ്ട്. പെട്ടെന്ന് നിങ്ങൾ രഞ്ജി ട്രോഫിന്ന് പോയിട്ട് ഇമ്രാൻഖാൻ, വസീം അക്രം, വക്കാർ യൂനിസ് ഇവരെ ഫേസ് ചെയ്യണം. ഇതും അതുപോലെ തന്നെയാണ്. IPL നല്ല കളിക്കാരുണ്ട് ശരിയാണ്, പക്ഷെ ഒരു ഇടയ്ക്കൊരു റിലീസ് ബോളിംഗ് പോലെ കിട്ടും. ഏതെങ്കിലും ഒരു വീക്ക് ലിങ്ക് ഉണ്ടാവും. ഒരു അന്താരാഷ്ട്ര ടീമിനെതിരെ അത് സാധാരണ കിട്ടാറുമില്ല. ഇങ്ങനത്തെ കണ്ടീഷൻസ് കിട്ടാറുമില്ല. ഇത് ഈ കളി ഓഗസ്റ്റിലോ സെപ്റ്റംബറിലോ ആയിരുന്നെങ്കിൽ കുറേ കൂടി ബാറ്റിംഗ് ഫ്രണ്ട്ലി പിച്ചസ് ആയിരിക്കും. ഇംഗ്ലണ്ടിൽ വെയിലും ഇതൊക്കെ കാരണം. പക്ഷെ ഏർലി സമ്മറിൽ എപ്പോഴും കുറച്ച് ലൈഫ് ഉണ്ടാവും. അതിൽ ഈ ക്രോസ് ബാറ്റ് ഷോട്ടൊന്നും മിക്കവാറും ശരിയാവാറില്ല. ഈ അവസാനമായിട്ട് ഈ ഒരു വൈറ്റ് ബോൾ ക്രൈസിസ് ഉണ്ടല്ലോ, വൈറ്റ് ബോൾ ക്രിക്കറ്റ് ക്രൈസിസ് ഇന്ത്യ ക്രൈസിസ് എന്ന് ഞാൻ പറയില്ല. എന്താ വെച്ചാൽ ഇത് ഈ ടീം തന്നെ കഴിഞ്ഞ 2 T20 ലോകകപ്പ് ജയിച്ച ടീമാണ്. ഒരു പുതിയ ക്യാപ്റ്റൻ ആകുമ്പോൾ തീർച്ചയായിട്ടും എത്ര പറഞ്ഞാലും കളിക്കാരുടെ ഭാഗത്തു നിന്നൊരു ചെറിയൊരു സംശയം, ഒരു റെസിസ്റ്റൻസ് ഞാൻ പറയില്ല. പക്ഷെ ഇയാൾ എങ്ങനെയാണ് എന്താ വെച്ചാൽ ശ്രേയസ് അയ്യർ ഇത്രയും കാലം ടീമിൽ പോലും ഉണ്ടായിരുന്നില്ല. ഏകദേശം 3 കൊല്ലം T20 ടീമിൽ പോലും ഇല്ലാത്തൊരു കളിക്കാരൻ പെട്ടെന്ന് നിങ്ങളുടെ ക്യാപ്റ്റനായി വരുമ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറച്ച് നോക്കും. സൂര്യകുമാർ യാദവ് ആയാലും അതിനു മുമ്പ് രോഹിത് ശർമ്മ ആയാലും കളിക്കാർക്ക് അവരുടെ ഒരുമിച്ച് കളിച്ച കുറേ പരിചയം ഉണ്ടായിരുന്നു. ഇതിൽ പല കളിക്കാരും ശ്രേയസ് അയ്യരുടെ കൂടെ ഒരു ഇന്റർനാഷണൽ മാച്ച് കളിച്ചിട്ടില്ല. അപ്പം അതിൻ്റെതായിട്ടുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് ഫേസ് എന്തായാലും ഉണ്ടാവും. പിന്നെ ക്യാപ്റ്റനും കോച്ചും ഒത്തുവരാൻ അതിൻ്റെതായിട്ടുള്ള കുറച്ച് സമയം എടുക്കും. ഇത് IPL അല്ല. അവർ ഒരുമിച്ച് KKRന് വേണ്ടി മെൻറ്റോറും ക്യാപ്റ്റനുമായിട്ട് കളിച്ചിട്ടുള്ളതാണ്. പക്ഷെ അതല്ല, വേറെ തന്നെ സാഹചര്യമാണ്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഇങ്ങനത്തെ ഒരു തിരിച്ചടി നല്ലത്. എന്താ വെച്ചാൽ നിങ്ങളുടെ പ്ലാനിങ് 2028 ലോകകപ്പും ഒളിമ്പിക്സുമാണ്. ഒളിമ്പിക്സ് സ്വർണ്ണ മെഡലാണ് എല്ലാവരുടെയും ടാർഗറ്റ്. അപ്പം അതിന് 2 കൊല്ലമുണ്ട്. അപ്പോൾ പലതും പരിശീലിച്ച് നോക്കണം. അതിൽ ചിലത് ശരിയാവും, ചിലത് ശരിയാവില്ല. ഇതിന്ന് തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഇപ്പം രവി ബിഷ്ണോയെന്ന് ഞാൻ ശരിക്കും ഒരിക്കലും എടുക്കില്ല. ഒരു ശരിക്കുള്ള ബോൾ ടേൺ ചെയ്യണ ഒരു ലെഗ് സ്പിന്നറെയാണ് നിങ്ങൾക്ക് വേണ്ടത്. ഈ സഞ്ജുവിൻ്റെ കാര്യത്തിൽ സഞ്ജു സാംസൺ എന്തെങ്കിലും ഒരു ഇമീഡിയറ്റ് ത്രെട്ട് എന്നുള്ള രീതിയിൽ അവരുടെ കരിയറിൽ ഒരു വലിയ എന്തെങ്കിലും ഭീഷണികൾ ഇപ്പം നിലനിൽക്കുന്നുണ്ടോ? ഇപ്പം ഉണ്ടല്ലോ. എന്താ വെച്ചാൽ സിംബാബ്വെ സ്ക്വാഡിൽ സെലക്ട് ചെയ്തിട്ടില്ല. ശരിക്കും നിങ്ങളുടെ മനസ്സിലിപ്പോൾ ഒരു കളിക്കാരൻ ഔട്ട് ഓഫ് ഫോം ആണെങ്കിൽ സിംബാബ്വെ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഫോം വെച്ചിട്ട് ഞാൻ ഒരിക്കലും ഒരു ഈസി പ്രകടനം എന്ന് പറയില്ല. പക്ഷെ എന്നാലും അവർ അത്യാവശ്യം നല്ല ടീമാണ്. പക്ഷെ ഇന്ത്യ ജയിക്കേണ്ട ഒരു സീരീസാണ്. ആ കളികളിൽ കളിച്ചാൽ ഒരു കളിക്കാരന് തിരിച്ച് ഫോമിലേക്ക് വരാൻ പറ്റും. അപ്പം എന്തുകൊണ്ട് സഞ്ജുവിന് ആ ചാൻസ് നൽകിയില്ല എന്നുള്ളത് ഒരു ചോദ്യം തന്നെയാണ്. എന്താ വെച്ചാൽ ഇതിപ്പോൾ അർഹിക്കാത്തൊരു കളിക്കാരനൊന്നുമല്ല. നിങ്ങൾക്ക് 2-3 മാസം മുമ്പ് ഒരു ലോകകപ്പ് നേടിത്തന്ന ഒരു കളിക്കാരൻ. ഇത് ഞാനൊരു മലയാളിയായിട്ട് പറയല്ലോ, എനിക്ക് ആ ഒരു ആംഗിളിൽ എനിക്ക് യാതൊരു താല്പര്യമില്ല. പക്ഷെ ഒരു കളിക്കാരൻ എന്ന രീതിയിൽ നിങ്ങൾ കളിക്കാരുടെ അടുത്ത് നിന്ന് നിങ്ങൾക്ക് മാക്സിമം കിട്ടണമെങ്കിൽ അവർ സെക്യൂർ ആയിരിക്കണം. അവരിപ്പോൾ പല കളിക്കാരും അങ്ങോട്ട് ഇങ്ങോട്ട് നോക്കുക, ഇപ്പം എനിക്ക് അടുത്ത കളി കിട്ടുമോ ഇല്ലയോ, എന്താ ഇവിടെ നടക്കണമെന്ന്. 3 കളി വൈഭവ് വന്നു, അവസാനത്തെ കളിക്ക് വൈഭവിനെ ഡ്രോപ്പ് ചെയ്തു. ഇപ്പം ആർക്കും ഒരു കോൺഫിഡൻസ് ഇല്ല. വൈഭവിൻ്റെ കോൺഫിഡൻസും പോയി, സഞ്ജുവിൻ്റെയും പോയി. ആർക്കും ഗുണം കിട്ടിയിട്ടില്ല അത് കാരണം.